ഹലോ, ഇന്നൊരു സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവ് ഡേ ആയാലോ? വേറൊന്നുമല്ല കേട്ടോ, ഞാനൊരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളല്ല. സാറ്റർഡേ സൺഡേ ഫ്രീ ആയിട്ട് അങ്ങനത്തെ ഒരാളല്ല കേട്ടോ ഞാൻ. എനിക്കൊരു ഡാൻസ് ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ ഞാൻ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്, ഡിപ്ലോമ ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ സൂംബ ടീച്ചറും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം 1 വീക്കിൽ ചെയ്യുമ്പോൾ അത്രയും ഹെക്റ്റിക് ആയിട്ടുള്ളൊരു 1 വീക്കായിരിക്കും എൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ മറന്നു പോകുന്നു, അതുപോലെ നമുക്ക് കെയർ കൊടുക്കാൻ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ഒരു സ്കിൻ ആൻഡ് ഹെയർ കെയർ ഡേ ആയിട്ടായിരുന്നു. ആദ്യം എൻ്റെ ഫേസിലുള്ള നമ്മുടെ ഹെയർസൊക്കെ റിമൂവ് ചെയ്തു. സിറോണ റേസർ വെച്ചിട്ടാണ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ ഒന്ന് ഓയിൽ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു ഫേസ് പാക്കും കൂടി ഇട്ടായിരുന്നു. കോഫി ആൻഡ് കേർഡിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് ഞാൻ ഇട്ടത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സെൽഫ് കെയർ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഞാൻ കുറേ ആൾക്കാരായിട്ട് ഇടപഴകുന്ന ഒരാളാണ്. കാരണം സ്കൂളിൽ സുംബ പഠിപ്പിക്കാൻ പോയാലും അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിൽ പോയാലും കുറേ അധികം കുട്ടികളെയും അമ്മമാരെയും ഒക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സെൽഫ് കെയർ ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും സെൽഫ് ലവ് ചെയ്യാത്ത ആൾക്കാരാണ് ഇവിടെ കൂടുതലും. ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിനെ കുറിച്ച് അറിയാമല്ലോ, എപ്പോഴും അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കും. മേ ബി അത് കൂടുതലും നമ്മുടെ നെഗറ്റീവായിരിക്കും. അയ്യോ, അവൾ കറുത്തിട്ടാണ്, അവൾ മെലിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവൾ തടി വെച്ചു, അവളിപ്പോൾ തടി കുറഞ്ഞു. അപ്പോൾ സൊസൈറ്റി എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. ബട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിൽ പോവാം. ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരും നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? സെൽഫ് ലവിനേക്കാൾ ഉപരി സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്നോട് അധികം പേരും ചോദിക്കുന്നൊരു കാര്യം, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്തിനാ മോളി ഡാൻസ് തിരഞ്ഞെടുത്തേ, അല്ലെങ്കിൽ അത്രയും നല്ല ജോലി ഉപേക്ഷിച്ചിട്ട് എന്തിനാ മോളി ഇവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങി, അത് മാത്രമേ ചോദിക്കാനുണ്ടാവുള്ളൂ. ബട്ട് അവരോടൊക്കെ ഞാൻ പറയുന്നത് എനിക്കിഷ്ടം ഇതാണ്, ഈ ഒരു ഫീൽഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. അതേപോലെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ സെൽഫ് കെയർ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു കുന്നത്തുള്ളി അമ്പലത്തിലെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് പോവാണ്.